ഫ്രണ്ട്സ് ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണിച്ചു തരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയുള്ള കുറച്ച് വ്യായാമങ്ങളാണ്. അപ്പം നമ്മുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അപ്പം നമ്മൾ ഇപ്പം പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാല് താഴെ ചവിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരിക, കാലിന് അസഹ്യമായിട്ടുള്ള വേദന വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ നന്നായി ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ വ്യായാമങ്ങൾ ചെയ്യാം. നല്ല എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുകളാണ്. നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ നന്നായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഇതേ കണക്കൊരു ഫില്ലോ എടുക്കുന്നു. ഓക്കെ, ഇതേപോലെ ഒരു ഫില്ലോ എടുത്ത് നിങ്ങൾക്ക് വെക്കാം. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ നിങ്ങൾ ഫില്ലോയുടെ മുകളിലായിട്ട് ഇതേ കണക്ക് കയറ്റി വെക്കുക. ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ കയറ്റി വെക്കുക. വളരെ സിമ്പിളാണ്. അതിനുശേഷം ഇതേപോലെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇത് കണക്ക് ഒരു 10-15 എണ്ണം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അതേ കണക്ക് തന്നെ ഇവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതേ കണക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ എക്സസൈസ് ആണ്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു 15 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. അപ്പോൾ സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേ കണക്കിരിക്കുക. ഓക്കെ, നമ്മൾ സാധാരണ ഇരിക്കുന്ന ഒരു പൊസിഷൻ, നിങ്ങളെ നടുവൊക്കെ നിവർത്തി ഇതേ കണക്ക് ഇരിക്കുക. അതിനുശേഷം കൈകൾ ഇതേപോലെ ബാക്കിലോട്ടൊന്ന് ഇതേ കണക്കൊന്ന് വെക്കുക. തുടങ്ങാം. 1 2 3 4 5 6 7 8 9. ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ, 10. അപ്പം ഞാനിപ്പം റബ്സ് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അല്പം കൂട്ടി റബ്സുകൾ ചെയ്യാവുന്നതാണ്. പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് ഒരു 15 എണ്ണോ 20 എണ്ണോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിലോട്ടുള്ള ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രോങ് ആകും. ഓക്കെ, അതെന്നൊക്കെ നിങ്ങളുടെ ഈ ആപ്സിന്റെ മസിൽ ഉണ്ടല്ലോ, കോർ മസിൽ നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പം ഇതേ കണക്കിരിക്കുക. ഒരല്പം ബാക്കിലോട്ട് ഞങ്ങൾക്ക് കൈവെക്കുക. ഇതേപോലെ 1 2 3. കണ്ടല്ലോ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സെക്കൻഡ് എക്സസൈസ്. അടുത്ത മൂന്നാമത്തെ വ്യായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത്? മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ കാലുകൾ ഇതേ കണക്ക് വെക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ പാദങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കുക. ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം. നൈസ്, ഇതേ കണക്ക്. ഓക്കെ, അതിനുശേഷം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ ഈ തുടകളുടെ ഈ ഒരു ഇന്നർ ഭാഗമൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഹിപ്പ് മസിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആവും. ഓക്കെ, അപ്പം ഇതേ കണക്ക് കാലുകൾ ചേർത്ത് വെക്കുക. അതിനുശേഷം സാവധാനത്തിൽ ഇതേപോലെ 1 2 3. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ ഒരു കാല് ഇതേ കണക്ക് നിവർത്തി വെക്കുക. ഓക്കെ, ഇതേ കണക്ക് നിവർത്തിച്ച ശേഷം അടുത്ത കാല് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടിനും ഒരേ പ്രയോജനം തന്നെയാണ് കിട്ടുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 2 കാലുകളൊന്നും അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഒരു കാലിൽ ഒരു 15-20 എണ്ണം ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത കാലിന് ആവർത്തിക്കുക.
അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ പൊസിഷനിൽ തന്നെ ഇരിക്കാം. ഇരുന്നതിന് ശേഷം പതുക്കെ നിങ്ങളുടെ കാലുകൾ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതേ കണക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞതിനെ തന്നെ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാലുകളുടെ ബലക്കുറവ്. നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്തിട്ട് നിങ്ങളൊരു ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് കണക്ക് തിരിക്കാം. ഇതിനു ശേഷം ഇങ്ങനെ. ഓക്കെ, 1 2 3 4 5. ഓക്കെ, നൈസ് വർക്കൗട്ടാണ്. ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാല് ഇതേ കണക്ക് നിവർത്തി വെക്കുക. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം ഒരു കാല് ഇതേ കണക്ക് കൊണ്ടുവെക്കുക. ഓക്കെ, ഞാൻ ഈ വെച്ചേക്കുന്ന പൊസിഷൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം പതുക്കെ അടുത്ത കാല് ഇങ്ങനെ ഉയർത്തുക. 1 ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഒരു 10 സെക്കൻഡെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം താഴെ കൊണ്ടുവരിക. വീണ്ടും 2 നൈസ് 3 4. നല്ല എക്സസൈസ് ആണ്. നിങ്ങളുടെ കാലുകൾക്ക് നല്ലൊരു വ്യായാമമാണിത്. ഓക്കെ, നിങ്ങളുടെ തുടകളൊക്കെ നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിലൊരു പെയിനൊക്കെ ഉണ്ടാവും. നിങ്ങളത് പ്രശ്നമാക്കേണ്ട. ഓക്കെ, അത് നമ്മുടെ മസിൽസ് ആക്ടിവേഷൻ ആവുന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം ഇതേ കണക്ക് 1 2 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡെങ്കിലും ഇതേ കണക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നൈസ്. ഇതേ കണക്ക്. അതിനുശേഷം നമ്മുടെ അടുത്ത കാല് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു കാലിൽ നിങ്ങൾ ഒരു 10-15 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത കാലിൽ ഇതേ കണക്ക് ആവർത്തിക്കുക. അപ്പം ഒരു കാലിൽ നമ്മൾ എത്ര എണ്ണമാണോ ചെയ്തത് അത്ര തന്നെ നമ്മൾ അടുത്ത കാലിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ നല്ല എക്സസൈസാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്ക് പ്രായമായി വരുന്തോറും കാലുകൾക്കുണ്ടാവുന്ന ഒരു സ്ട്രെങ്ത് കുറവിനെ എല്ലാം പരിഹരിക്കാൻ ഈ എക്സസൈസുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. 5 എക്സസൈസുകളാണ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്.